നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു. 23,300, 23,500 എന്ന റേഞ്ച്. അവസാനം ആ 23,500 ബ്രേക്ക് ഔട്ട് നടന്നിയ ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മാർക്കറ്റിൽ പ്രധാനമായിട്ടുള്ളൊരു രണ്ട് പാർട്ടിസിപ്പൻസ് ആണ് നമുക്കറിയാവുന്ന പോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും. ഇപ്പോൾ നടക്കുന്ന ഒരു പ്രതിഭാസം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്തതിനേക്കാൾ കൂടുതൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങുന്ന ഒരു പ്രതിഭാസമാണുള്ളത്. അതും നിഫ്റ്റി ഇത്ര ഹൈയിൽ ഉണ്ടായിട്ട് പോലും. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്തിട്ടുള്ളത് 2,569 കോടി രൂപയാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിച്ചത് 1,556 കോടി രൂപയാണ്. അപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സെല്ലിങ് നമ്മൾ പേടിച്ചിരുന്ന നമ്മളിപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്ന് കനത്ത ബൈയിങ് ആണ്. അപ്പോൾ FISന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അവർക്ക് ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്ടറാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ അതൊരു IT സെക്ടറായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സെക്ടറാണ്. ഫിനാൻഷ്യൽ സെക്ടറിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് HDFCയും ICICI ബാങ്ക് പോലെയുള്ള കമ്പനീസാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ നിഫ്റ്റിയുടെ ഒരു റാലിയിൽ വലിയ പങ്ക് വഹിക്കാതിരുന്ന HDFCയും ICICI ബാങ്കാണ് ഇന്നലെ നിഫ്റ്റി 60 പോയിൻറ്റ് മൂവ് ചെയ്തപ്പോൾ അതിൽ ഏകദേശം ഒരു 70 പോയിൻറ്റിനടുത്തും ഈ ഒരു HDFC ICICI ബാങ്കിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അവരും നല്ല രീതിയിൽ കയറി. അതുമാത്രമല്ല, നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തല്ലോ. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ICICI ബാങ്കും ഈ HDFCയും US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവിടെയും അവരത് ഗെയിൻ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തതെങ്കിൽ കൂടിയും അതിഭീകരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. നാളെ, അതായത് ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ റാലിയൊന്നും ചെയ്തു പോയില്ല. പക്ഷേ നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ അടുത്ത്, ഏകദേശം 70 പോയിൻറ്റിൻ്റെ അടുത്ത് ഗ്യാപ്പ് അപ്പ് ആണ് എന്നുള്ളതാണ് ഉള്ളത്. അതായത് ഇത്ര അധികം നിഫ്റ്റി മുകളിൽ എത്തിയിട്ട് പോലും വീണ്ടും ബൈയിങ് കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബൈയിങ് കണ്ടിട്ടുള്ളത് എസ്പെഷ്യലി ഡിഫൻസ് സെക്ടറിലാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ സെക്ടറിൽ ബൈയിങ് കാണുന്നുണ്ട്. അപ്പോൾ FMCGയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്, ITയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ഡിഫൻസ് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള കാര്യം. ടെക്നിക്കലി നിഫ്റ്റിയുടെ ആ ഒരു ട്രേഡിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് നടന്ന് 23,500 ആയിരുന്നു. അത് ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 9 ട്രേഡിംഗ് ഡേയിലും നിഫ്റ്റി 8 ട്രേഡിംഗ് ഡേയിലും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു റീസെൻറ്റ് ലോ ആയിട്ടുള്ള 21,281 നിന്ന് 2,800 പോയിൻറ്റിൻ്റെ ഒക്കെ അടുത്ത് നിഫ്റ്റി 2,300 പോയിൻറ്റ് അടുത്ത് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കുറച്ച് ദിവസം കൊണ്ട്. നമുക്കറിയാം, ആ ഒരു ഇലക്ഷൻ സമയത്തുള്ള അധികം നാളൊന്നും ആയിട്ടില്ല. അതിൽ നിന്ന് ഇപ്പോൾ എത്രയോ പോയിൻ്റാണ് നിഫ്റ്റി മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇൻഡസ് ടവറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. വോഡാഫോൺ ഇൻഡസ് ടവറിലുള്ള ഏകദേശം ഒരു 10% സ്റ്റേക്ക് വിൽക്കുകയാണ്, അല്ലെങ്കിൽ വിറ്റ് മാറുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിറ്റ് മാറുമ്പോൾ 2 പ്രശ്നമാണ് ഉള്ളത്. ഈ നിലവിലുള്ള പ്രൈസിൽ നിന്നും താഴ്ന്ന വിലയിലാണ് ഇവർ ബ്ലോക്ക് ഡീൽ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മാർക്കറ്റിന്, ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് ക്ഷീണമായിട്ട് വഹിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫ്ലോർ പ്രൈസിന് നിലവിലുള്ള പ്രൈസിൽ നിന്നും താഴ്ന്ന പ്രൈസിലല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ നിലവിലുള്ള പ്രൈസിൽ നിന്ന് താഴ്ന്ന പ്രൈസിലാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫ്ലോർ പ്രൈസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ വിൽക്കുമ്പോൾ മറുഭാഗത്ത് വാങ്ങുന്നത് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആണെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടും വരില്ല. അപ്പോൾ ഇൻഡസ് ടവറിൻ്റെ കേസിൽ ഫ്ലോർ പ്രൈസ് താഴെയാണ്. അപ്പോൾ ഇൻഡസ് ടവറിൽ ഐഡിയ 10% വിൽക്കുന്നു. CS കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ വാപ്കോ ഏഷ്യ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 5% ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കുന്നുണ്ട്. ഗ്ലാൻ ഫാർമ, ഫോക്കൻ ഫാർമ എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 9% വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ശ്രദ്ധിക്കുക. സെൻസാർ എഞ്ചിനീയറിംഗ് കമ്പനി ക്ലയൻറ്റ്, ഇവരുടെ CVCIGP എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് 62 ലക്ഷം ഷെയറുകൾ വിൽക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. പ്രസ്റ്റീജ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സ്നോമാൻ ലോജിസ്റ്റിക് ഇവ മേൽ പറഞ്ഞതുപോലെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഓപ്പൺ മാർക്കറ്റിലൂടെ സ്റ്റോക്ക് അക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ അക്യൂസിഷൻ നടക്കാറുണ്ട്. ഒന്ന് ഓപ്പൺ മാർക്കറ്റിലൂടെ, 2 അക്യൂസിഷൻ നടക്കുന്നത് ഈ മുൻകൂട്ടി അറിയിച്ചിട്ട് അക്യൂസിഷൻ നടത്തും. ഈ TCSും വിപ്രോയൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡിമാറ്റിൽ നിന്ന്. ഇതിപ്പോൾ ഡിമാറ്റിൽ നിന്നല്ല, ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് സ്നോമാൻ ലോജിസ്റ്റിക് ബൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 കേസിലും കമ്പനിക്ക് ഇവരുടെ പ്രവർത്തനത്തിൽ വലിയ ഒരു പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്. സ്നോമാൻ വീൽ വ്യൂ കമ്പനി ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമിലൂടെ ഇലക്ട്രിക്കൽ 3 വീലർ ഇവർ മാനുഫാക്ചർ ചെയ്യാനുള്ള ധാരണയായിട്ടുണ്ട്. ഭാരത് ഫോർസ് കമ്പനി $40 മില്യൺ ഇവരുടെ
യുഎസിലുള്ള അലൂമിനിയം സബ്സിഡിയറി കമ്പനി നിക്ഷേപിക്കാനായിട്ട് ധാരണയായി. സീ എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഇവരുടെ CFO റിസൈൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. NMDC ഇവരുടെ പുതിയ R&D സെൻറ്റർ ഹൈദരാബാദിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റായിട്ട് ധാരണയായിട്ടുണ്ട്. നമുക്ക് നേരെ നമുക്ക് മറ്റുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് ഇപ്പോൾ 50,400 മേജർ 50,000 മേജർ സപ്പോർട്ട്സോടായിട്ട് നിൽക്കുന്നുണ്ട്. PCR 1.25 ആണ്. 50,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വീക്ക് ആകമായിരിക്കും. നല്ല രീതിയിൽ ഒരു ബുള്ളിഷായിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 51,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കും. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവിലായിരുന്നു. ഏറ്റവും ടോപ്പിൽ ഇനി ബിറ്റ്കോയിൻ 65, ഗോൾഡ് 2326, US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ, ICICI ബാങ്ക്, HDFC എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. പ്രോഫിറ്റ് ബുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് സമയം ഉണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ പണയപ്പെടുത്തി ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി അപ്സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഉപയോഗപ്പെടുത്താം. താങ്ക് യു.